പ്രൈസല്ലോ. ഇന്ന് നിങ്ങളുമായിട്ട് കൈമാറേണ്ടതിനു വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ശക്തമേറിയൊരു പ്രവചന ശബ്ദം വളരെ വ്യത്യസ്തമായിട്ടാണ്. ചിലരോട് ഇന്നത്തെ പ്രവചന ശബ്ദം എന്ന് പറയുന്നത് ദരിദ്രനെ പോലെ ജീവിക്കുന്നത് നിർത്തുക. ആമേൻ. നിങ്ങൾ ആരാണെന്ന് ഈ സീസണിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, പ്രിയ സഹോദര സഹോദരി, നിങ്ങളോടുള്ള ദൈവിക ദൂത് ഇതാണ്. വലിയ ദൈവിക മഹത്വം, ദൈവത്തിന്റെ കരം ഈ സീസണിൽ നിങ്ങൾ കാണുവാനിടയായിത്തീരും. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവ ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു മനുഷ്യനും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പുതിയ പ്രവർത്തികൾ ചെയ്യുവാൻ പറ്റും, മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും. അങ്ങനെയുള്ളൊരു സീസണിലേക്കാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ദൈവം അനുവദിക്കുന്ന പക്ഷം എല്ലാ ദിവസങ്ങളിലും ഈ ചാനലിലൂടെ ശബ്ദമേറിയ പ്രവചന ശബ്ദം, വിടുതലിന്റെ ശുശ്രൂഷകളെല്ലാം നടക്കുന്നതാണ്. അനേകരുടെ ജീവിതത്തിന്മേൽ വിടുതലിന് കാരണമായ ഈ ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ച ആ ദൈവ ശബ്ദത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടു. ദൈവ മഹത്വം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ അനുഭവിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. ഈ ദിവസങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. പരാജയം നിങ്ങളുടെ ജീവിതത്തിന്മേൽ കടന്നു വന്നുവെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് നിങ്ങൾക്ക് വിജയിച്ച് മുന്നേറുവാൻ പറ്റും. ആമേൻ. അതിന് മുന്നോടിയായി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ആമേൻ. നിങ്ങളത് വിശ്വസിക്കുന്നോ? ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് മക്കളെങ്കിൽ അവകാശികളാണ്. ആമേൻ. എന്റെ മകനും എന്റെ മകളും എനിക്കുള്ളതിൽ നിന്ന് മൊത്തം അവർ അവകാശികളാണ്. ഒരിക്കലും എന്റെ മകനോ മകളോ എന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ഒരു ഭിക്ഷക്കാരനെ പോലെയോ ഭിക്ഷക്കാരിയെ പോലെയോ എന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയില്ല. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവർ അത് എടുക്കും, അവരത് പോകും, അവരത് എടുത്തുകൊണ്ട് പോകും. ഇതുപോലെ തന്നെ ഇന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവ കുടുംബത്തിലെ ഒരംഗമാണ് നിങ്ങൾ. ഒരിക്കൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ, സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആ വ്യക്തി ദൈവ കുടുംബത്തിലെ അംഗമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു കുഞ്ഞ്, ആമേൻ, ആ കുഞ്ഞിന്റെ മാതാവോ പിതാവോ മരിച്ചുപോയി വേറെ ഒരു ഉന്നത കുടുംബത്തിൽ നിന്ന് രണ്ട് വ്യക്തികൾ വന്ന ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താൽ ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ ദാരിദ്ര്യത്തിന്റെ സ്റ്റേജ് മാറി അവൻ ഉന്നത നിലയിലേക്ക് കടന്നു വന്നതുപോലെ തന്നെ അവൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ആ കുടുംബത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ സ്റ്റാൻഡേർഡാണ് നിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറവാനിടയായി തീർന്നത്, ദാരിദ്ര്യം ഇല്ല,
ഞാൻ ഒറ്റപ്പെട്ടു, എന്റെ ജീവിതം പരാജയമാണ്, എനിക്കിനി മുന്നേറാൻ പറ്റുകയില്ല, കടക്കാരന്റെ ഭവനത്തിന്റെ മുൻപിലാണ്, രോഗം എന്നെ പിടിച്ചു, എനിക്ക് ഇവിടെ നിന്ന് വിടുതലുണ്ടോ? ഈ ചിന്താഗതികളൊക്കെ മാറ്റിയിട്ട് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക. ആ യേശുവിന്റെ കുടുംബത്തിലെ അംഗമാണ് നിങ്ങൾ. ആമേൻ. ദൈവ കുടുംബത്തിലെ അംഗമാണ് നിങ്ങളെങ്കിൽ, രണ്ടാമത് ഞാൻ പറയുവാൻ വേണ്ടി പോകുന്നത്, ദൈവമാണ് നിന്നോട് കൂടെയുള്ളത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളൊരു വിഷയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, ആമേൻ, ആ വിഷയത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കേരളത്തിലെ തന്നെ അറിയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയോ നിങ്ങളോട് കൂടെ ഉണ്ട് എങ്കിൽ, എത്ര വലിയ വിഷയമാണെങ്കിലും നിങ്ങൾ പരാജയപ്പെടില്ല, നിങ്ങൾ ഭയപ്പെടുകയില്ല. കാരണം നിന്നെ ബാക്കപ്പ് ചെയ്യുവാനുള്ളത് അധികാരമുള്ള വ്യക്തിയാണ്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിന്നോട് കൂടെയുള്ളത് ആരാണ്? ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ, നിങ്ങൾ ഇന്ന് കാലിൽ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, അത് എന്റെ യേശുവിന്റെ നാവിൽ നിന്ന് വന്ന വാക്കു മുഖാന്തരം ഉണ്ടായതാണ്. Come on. Hallelujah. Shalaba hatal brabala gadagasi. നിന്റെ ശരീരത്തിന്റെ ഓരോ നെർവുകൾ ഉണ്ടല്ലോ, നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം അവന്റെ കയ്യാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഉൽപ്പത്തി പുസ്തകം അങ്ങനെ തന്നെയാണ് പറയുന്നത്. തന്റെ സ്വരൂപത്തിൽ അവൻ മനുഷ്യനെ ഉണ്ടാക്കുവാനിടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഏതെങ്കിലും ഭാഗം ഡാമേജിനാൽ ഭാരപ്പെടുന്നുവെങ്കിൽ തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡെഡായിക്കൊണ്ടിരിക്കുകയാണ്, കാർന്നു തിന്നുന്ന രോഗമാണ് എന്നെ പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആരൊക്കെയോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരെ നോക്കിക്കൊണ്ട് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, അത്ഭുത സൗഖ്യം. ആ രോഗമുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ തന്നെ കൈവച്ചോ. യേശുവിന്റെ അത്ഭുതത്തിന്റെ കരം ഇപ്പോൾ തന്നെ നിങ്ങളുടെ റൂമുകളിൽ വ്യാപരിക്കുകയാണ്. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ആ മുഴകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷപ്പെടട്ടെ. അവൻ ഡോക്ടേഴ്സ് കൊടുത്തിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന റിപ്പോർട്ടുകളുടെ മേൽ അത്ഭുതം സംഭവിക്കട്ടെ. ദൈവത്തിന് ചെയ്യാൻ പറ്റും. നിന്നോട് കൂടെയുള്ളത് മനുഷ്യനല്ല, ദൈവമാണ്. പറഞ്ഞേ, എന്നോട് കൂടെയുള്ളത് മനുഷ്യനല്ല, ദൈവമാണ്. നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം കമന്റ് ഇട്ടാട്ടെ, എന്നോട് കൂടെയുള്ളത് മനുഷ്യകരമല്ല, ദൈവകരമാണ്. അത് കാരണത്താൽ ഈ വിഷയത്തിൽ നിന്ന്, ഈ പ്രതികൂലത്തിൽ നിന്ന് ഞാൻ പുറത്തു വരിക തന്നെ ചെയ്യും. സംഭവിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ. ഈ പൗലോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിലാണ് അവന്റെ ജീവിതത്തിന്റെ മേൽ ഒരു യൂടേൺ സംഭവിച്ചത്. ഇത് പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ഇതുവരെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് യൂടേണുകൾ ഞാൻ ആത്മാവിൽ കാണുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇന്നു തൊട്ട് സംഭവിച്ചിരിക്കും. യേശുവിനെ 9-ാം അധ്യായത്തിൽ അവൻ അറിഞ്ഞ നാൾ തൊട്ട് അവന്റെ ജീവിതം അവർ യേശുവിന് വേണ്ടി സറണ്ടർ ചെയ്തു. അവൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചു. ഇന്ന് യേശുവിനെ അറിയുകയാണെങ്കിൽ ഇങ്ങനെ അറിയണം, നിന്റെ ലൈഫ് നീ ടോട്ടലി അവന്റെ മുൻപിൽ സറണ്ടർ ചെയ്യണം. അവൻ തന്നെ നിന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റെടുക്കണം. പ്രിയരെ, യേശു നിന്റെ ജീവിതത്തിന്റെ വിഷയത്തിന്റെ കർത്തൃത്വം ഏറ്റെടുത്താൽ നീ ജയിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. ആമേൻ. ഇത് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇതുവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ,
നമ്മുടെ ശുശ്രൂഷകൾ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇത് കഴിഞ്ഞ്. ആമേൻ. എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ മേൽ ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് ബലഹീനതകളുണ്ട്. ദൈവമേ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് വരണമേ. എന്റെ ജീവിതത്തിന്റെ സ്വന്തം രക്ഷിതാവും ദൈവമായി ഞാൻ യേശുവിനെ അംഗീകരിക്കുകയാണ്. എന്റെ ജീവിതത്തെ അങ്ങ് നയിക്കണമേ. അങ്ങല്ലാതെ ഒരു ദൈവമില്ലെന്ന് എനിക്കറിയാം. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ മേൽ ഒരു ലേബൽ വന്നു. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ആമേൻ. മക്കളാകുമ്പോൾ അവകാശികളാണ്. മക്കളാകുമ്പോൾ നിന്റെ പിതാവ് നിന്നോട് കൂടെ തന്നെ നിൽക്കും. നിന്റെ പ്രിവിലേജ് നീ മനസ്സിലാക്കുക. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ അവിടെ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിൽ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടി ആയിരിക്കും അത്. അതെ, ഈ പൗലോസിന്റെ ജീവിതമുണ്ടല്ലോ, പൗലോസ് വളരെയധികം വിഷയങ്ങളിൽ കൂടി കടന്നുപോയിട്ടുണ്ട്, കഷ്ടതയിൽ കൂടി കടന്നുപോയിട്ടുണ്ട്, മരണത്തെ മുഖാമുഖം അവൻ കണ്ടിട്ടുണ്ട്. ആരെങ്കിലൊക്കെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ സോയി ലൈഫ് നിങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. പക്ഷെ പൗലോസ് എത്ര വിഷയമുണ്ടെങ്കിലും അതെ ഇല്ലായ്മയിൽ കൂടി കടന്നു പോകുമ്പോഴും അവൻ ഭൂമിയിൽ ജീവിച്ചത് രാജകീയമായിട്ടാണ്. കാരണം അവൻ അറിയാം, പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കാരണം അവൻ എന്റെ ഉപനിധിയാണ്. ആ ദിവസം വരെ എന്നെ കാക്കുവാൻ അവൻ ശക്തനാണ്. ഈ പൗലോസ് തന്റെ ജീവിതത്തിൽ എത്ര വിഷയം കടന്നു വന്നാലും അവൻ കമ്പയർ ചെയ്യുന്നത് ദൈവമായിട്ടാണ്. അതിലൊരു വാക്യമാണ് റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു വായിച്ചോ. അത് ഇപ്രകാരമാണ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. വലിയ വിഷയങ്ങളിൽ കൂടി കടന്നുപോയി, കാരാഗ്രഹത്തിലേക്ക് അകപ്പെട്ടു. അവനെ കൊല്ലുവാൻ വേണ്ടി ആൾക്കാര് കച്ചകെട്ടി ഇറങ്ങിയപ്പോഴും അവൻ അറിയാം അവൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. നീ ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഈ സീസണിൽ നീ മാറ്റങ്ങൾ കാണും. യേശുവിന്റെ നാമത്തിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഈ ജൂൺ മാസത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വഴിത്തിരിവുകൾ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവകരം ലിറ്ററലി ചലിക്കുന്ന മാസമാണ്. യേശുവിന്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ അത് സംഭവിക്കുകയാണ്. പറഞ്ഞ എന്നോട് കൂടെയുള്ള ദൈവമാണെന്ന്, എന്റെ വിഷയങ്ങളെ ഞാൻ കമ്പയർ ചെയ്യുന്നത് ദൈവമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ വിഷയങ്ങൾ ഒന്നുമില്ലാതെയാകും. അവൻ ആ വിഷയത്തിന്റെ മേൽ പരിഹാരത്തിന്റെ കരമായി ഇറങ്ങുവാനിടയായിത്തീരും. അത് സംഭവിക്കുകയാണ്. ഈ യശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ്, വെള്ളത്തിൽ കൂടി നീ കടക്കുമ്പോൾ അവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അവൻ ചിലരോടുള്ള പ്രവചന ശബ്ദമാണ്. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. കാരണം നീ ആയിരിക്കുന്ന ദൈവത്തിന്റെ കരത്തിലാണ്. ആമേൻ. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. സഹോദര സഹോദരി, നിങ്ങളോടുള്ള ദൂതാണ്, നീ വെന്തുപോകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇത് സാധ്യമാണോ പാസ്റ്ററെ? വെള്ളം
നദി, തീ, അഗ്നിജ്വാല, ഇതൊന്നും എനിക്ക് എന്റെ മുൻപിൽ പരിഹരിക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിന്നോട് കൂടെയുള്ളത് മനുഷ്യനല്ല ദൈവമാണ്. അവൻ അത് പരിഹരിക്കാൻ പറ്റും. കമോൺ, അത് യേശുവിന്റെ നാമത്തിൽ ഈ സീസണിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. അടുത്തത് 43:5, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനത്തോടുകൂടി ഇന്നത്തെ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയരേ, ദാരിദ്ര്യത്തിന്റെ മെന്റാലിറ്റി മാറ്റി, എനിക്കാരുമില്ല, ഒന്നുമില്ല എന്നുള്ള മെന്റാലിറ്റി മാറ്റി, ദൈവമാണ് നിന്നോട് കൂടെയുള്ളത്, ആ കുടുംബത്തിലെ അംഗമാണ് നീ എന്നുള്ള ഉറപ്പോടും ബലത്തോടും കൂടെ ഇന്ന് തൊട്ട് നീ പ്രാർത്ഥനയിൽ മുന്നേറിക്കോ. അസാധാരണമാകുന്ന രീതിയിലുള്ള ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ മേൽ ഇന്ന് തൊട്ട് നീ കാണും. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആരാധനകൾ പാലക്കാട് വെച്ചാണ് നടത്തപ്പെടുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 തൊട്ട് 12:30, 1 മണി വരെയാണ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് മീറ്റിംഗുകൾ നടത്തപ്പെടുന്നത്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഏത് വിഷയമാകട്ടെ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് ഒരുമിച്ച് ആരാധിക്കുന്ന സ്ഥലമാണ്. ആ ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവകരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് തൊട്ട് ഈ മീറ്റിംഗ്, ഈ മെസ്സേജ് ഇവർ കേൾക്കുന്ന നിമിഷം തൊട്ട് കർത്താവ് ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ മാറ്റം ഈ സീസൺ ഇവരുടെ മേൽ, ജീവിതത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ഹോസ്പിറ്റലുകൾ തള്ളിക്കളഞ്ഞ വിഷയത്തിന്റെ മേൽ അത്ഭുത കരം ചൊലിക്കട്ടെ. ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന സഹോദരിയോട് ദൈവാത്മാവ് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, നിന്നോട് കൂടെയുള്ളത് ദൈവമാണ്. ദൈവ കുടുംബത്തിലെ അംഗമാണ് നീ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. മാറ്റങ്ങളുടെ സീസൺ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ചെയ്യുകയാണ്. സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വേറൊരു മെസ്സേജുമായി കാണാം.